ഇത് വൺ വേ അല്ലേ? അപ്പോൾ ആ വൺ വേന്ന് ഒരു വണ്ടി കയറി വരുന്നതോ? നെയ്യാർ ശാന്തമായി ഒഴുകുകയാണെങ്കിലും ഇവിടുത്തെ യാത്രക്കാർക്ക് യാതൊരു ശാന്തതയുമില്ല. നോ എൻട്രി എന്ന ഇംഗ്ലീഷ് ബോർഡ് വായിക്കുവാനുള്ള അജ്ഞത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ല, പോലീസല്ല, പട്ടാളം ഗതാഗതിയിൽ ഞങ്ങളുടെ ഇഷ്ടമുള്ള വഴിക്കേ പോകൂ എന്നുള്ള അഹങ്കാരം മാത്രം. നെയ്യാറ്റിൻകര ടൗണിലെ 1.5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ, മുനിസിപ്പാലിറ്റി, ജനറൽ ഹോസ്പിറ്റൽ, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, TV ജംഗ്ഷനിലെ ആൾ തിരക്കുള്ള ചന്ത, പോലീസ് സ്റ്റേഷൻ, 3 ബാറുകൾ, 2 ബിവറേജ് ഔട്ട്ലെറ്റ്, കോടതി സമുച്ചയം, ആരാധനാലയങ്ങൾ, 10-12 സർക്കാർ സ്വകാര്യ സ്കൂളുകൾ, അതിലുപരി റോഡിന് ഇരുവശവുമുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഉള്ളതുകൊണ്ടാകാം രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയും നെയ്യാറ്റിൻകര ട്രാഫിക് പോലീസ് ചില ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. നിയമം നിങ്ങളുടെ കയ്യിൽ വച്ചോ പോലീസേ, ഞങ്ങളുടെ വഴിക്കേ പോകൂ. രാവിലെ 9 മണിക്ക് നെയ്യാറ്റിൻകര വേ ആയ TB ജംഗ്ഷനിലെ ഒരു ദൃശ്യമാണ്. പാവം, കുറ്റം പറയാനൊക്കില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച് രാവിലെ മീൻ വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. കൃത്യസമയത്ത് കൊണ്ട് കൊടുക്കണ്ടേ? തെറ്റ് പറയാനൊക്കില്ല. അപ്പോഴാണ് പുള്ളിക്കാരൻ എന്നെ കണ്ടത്. എന്നെ കണ്ടപാടെ വെട്ടിത്തിരിച്ച് ഒളിച്ചു കടന്ന മിന്നൽ പരമേശ്വരൻ. പിന്നെ ഇവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഊണ് കഴിക്കാൻ പോണെങ്കിലും വൺവേയിൽ കൂടെ ധൈര്യമായിട്ട് പോകാം. ഇതാ മന്ദം ഇറങ്ങി വരുന്ന ചന്ദ്രയണ്ണൻ. അദ്ദേഹത്തിന് ആരെങ്കിലും ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോട്ടമില്ല, വൺവേ ഒന്നും നോക്കാറില്ല. യാത്രക്കാരെ കൊണ്ട് ഉദ്ദേശ സ്ഥലത്തെത്തിക്കുക. ഇദ്ദേഹത്തിനെയാണ് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ നൽകി കഴിഞ്ഞയാഴ്ച നെയ്യാറ്റിൻകരയിൽ ആദരിച്ചത്. ഞങ്ങൾ ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾ പണ്ട് മുതലേ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടത്തോട്ടേ പോകൂ. ഇത് വൺ വേ അല്ലേ? അപ്പോൾ ആ വൺ വേന്ന് ഒരു വണ്ടി കയറി വരുന്നതോ? പാവം, കാതിൽ ശ്രവണ സഹായി വെച്ചിട്ടും ഞാൻ പറഞ്ഞത് കേട്ടില്ല കേട്ടോ. അത് സാധനം ഇല്ലേ? ഉണ്ട്. വീണ്ടും കയറ്റി വെച്ചു. അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. ഒരാളിനെ പെട്ടെന്ന് കാണാനിടയായത്. ഇദ്ദേഹമാണ് ചേരിചേരാ സമ്മേളനത്തിന് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം എയർപോർട്ടിൽ പോകേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല.
വൺ വേ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഒരു അപേക്ഷയുള്ളത്, പൊന്നു സാറുമാരെ, നിങ്ങൾ ഈ വെയിലത്ത് നിന്നൊന്നും ഈ പെറ്റിയൊന്നും അടിക്കാൻ വേണ്ടി നിൽക്കണ്ട. ദേ ആ ഭാഗത്ത് ഒളിച്ച് നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് 500 രൂപ വെച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തണലത്ത് നിന്ന് 1 ലക്ഷം രൂപ പെറ്റി ഇനത്തിൽ അടിക്കാം. ഞാൻ പറയുന്നത് വെറുതെ വെയിൽ കൊള്ളേണ്ട കാര്യമില്ല. ഈ ഗതാഗത നിയമത്തെ പുല്ല് വില കൽപ്പിക്കുന്ന ഇവരെ പോലെയുള്ളവർക്ക് ഒരു 500 രൂപ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വഴി കാണുമ്പോഴേ നെയ്യാറ് നീന്തി കിടന്നെങ്കിലും അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കോളും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കേ.